നിങ്ങൾ പറഞ്ഞല്ലോ, വ്യഭിചാരം എന്ന് പറയുന്നത് നീ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഗുഹ്യഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയണേ. കണ്ണിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കാലിന് വ്യഭിചാരമുണ്ട്, ഹൃദയത്തിന് വ്യഭിചാരമുണ്ട്, സർവ്വതും വ്യഭിചാരം. മയ്യത്ത് കാണാൻ പാടുണ്ടോ? ഒരന്യ പുരുഷന്റെ മയ്യത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ പാടുണ്ടോ? ഒരന്യ പെണ്ണിന്റെ മയ്യത്ത് കാണാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമമല്ലേ ഇത്? ഇതൊക്കെ നമ്മളങ്ങ് കാറ്റി പറത്ത കണ്ടവന്റെ കൂടെ പറഞ്ഞു വിടാൻ പെണ്ണുമ്പിള്ളേ. മക്കളെ പൊക്ക കുഴപ്പമൊന്നുമില്ല, എല്ലാം ഇങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ട് കളിയും തമാശകളി എന്ത് കളിയാ ചങ്ങായി വരെ കളിക്കണേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കളെ വളർത്തേണ്ടത് ഉസ്താദെ എന്റെ മക്കൾ നന്നാകുന്നില്ല ഉസ്താദെ. എല്ലാരും പറയാ ഒരു ഉസ്താദെ കഞ്ചാവ് അടിക്കുന്നു, 18 വയസ്സായി 20 വയസ്സായി ഉമ്മാനെ വാപ്പാനെ തല്ലുന്നു ഉസ്താദ്, നന്നാവാൻ വേണ്ടി വായിച്ചു ചുമ്മാതെ കിട്ടുമോ മക്കളെ? എന്റെ ഉമ്മാനോട് ചോദിക്കുന്നു, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്ത്. എങ്ങനെ മക്കളെ വളർത്തേണ്ടതെന്ന് അറിയോ? ഖുർആൻ പറയുന്നു, പ്രായപൂർത്തിയാകാത്ത മക്കൾ 7 വയസ്സുള്ള നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലണം. അപ്പൊ ആ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, ആ ചെറിയ മക്കൾ പോലും ഖുർആൻ പറയുന്നു അവരെ വളർത്തേണ്ടത് എങ്ങനെ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ അനുവാദം ചോദിക്കാതെ വെള്ളത്തിൽ കയറരുത് എന്ന് ഈ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ, വലിയവന്റെ കാര്യമല്ല, ഈ പ്രായപൂർത്തിയാകാത്ത മക്കൾ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കും.